എല്ലാവർക്കും നമസ്കാരം. മിക്കവരുടെ വീട്ടിലും ഉള്ള ഒന്നാണല്ലോ ഈ വാഴ. പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ലാതെ തന്നെ ധാരാളമായി ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ ഈ വാഴ. എന്നാലുണ്ടല്ലോ ഇപ്പോൾ ഈ വാഴയ്ക്ക് സാധാരണയായിട്ട് ഒരു പ്രശ്നമുണ്ട്, അതായത് പിണ്ടി ചെയ്യൽ. അത് വാഴ നന്നായിട്ട് വലുതായി വരുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ കൊല വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കൊലച്ചിട്ട് കായൊക്കെ മൂക്കണേക്കാൾ മുമ്പ് ഇത് ഒടിഞ്ഞു വീഴും. അന്നേരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ പിണ്ടിയൊക്കെ ചീഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളൊക്കെ ഉള്ളത്. ഞാനുണ്ടല്ലോ കുറച്ച് നേന്ത്രവാഴ വെച്ചിരുന്നു. അന്നേരം എനിക്കിവിടെ ഇതുപോലെ ചീഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എനിക്കൊരു കൃഷി ഓഫീസർ പറഞ്ഞു തന്ന ഒരു അറിവാണിത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉലുവയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. പൊടിക്കരുത് കേട്ടോ, ഒരിക്കലും ചതച്ചാൽ മതി. അപ്പോൾ അത് ചതയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചതച്ച് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചതച്ച് വെച്ചിട്ടുള്ള ഉലുവ ഉണ്ടല്ലോ, അതെടുത്തിട്ട് വാഴയുടെ പോളകളുണ്ടല്ലോ, പോളകളിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇത് ഓരോ ആഴ്ചയും ചെയ്ത് കൊടുക്കണം. അതായത് വാഴ ഒത്തിരി വലുതായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുന്നേ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും, ഇത് കൊച്ചു വാഴയാണ്. പക്ഷേ ഈ കൊച്ചു വാഴയ്ക്ക് നമ്മുടെ പോളകളിൽ 1-2 മണികളെ നമുക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പിന്നീട് അടുത്ത ആഴ്ച വരുമ്പോഴേക്കും ഇത് ഒത്തിരി കൂടെ വലുതാവും. അതിന് മുകളിൽ വേറെ പോള വന്നിട്ടുണ്ടാവും, അപ്പോൾ അതിലിടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ആഴ്ചയും ഇതിന് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ തണ്ടുതുരപ്പം പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വാഴ ഒടിഞ്ഞു വീഴുന്ന പ്രശ്നമോ അല്ലെങ്കിൽ പിണ്ടി ചെയ്യണ പ്രശ്നമോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് വാഴ നന്നായിട്ട് വലുതായി അതിൻ്റെ കൊലയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉപദ്രവമുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉപദ്രവം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഉലുവ എടുത്തിട്ട് വാഴയുടെ പോളകളിൽ ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ നേന്ത്രവാഴ, റോബസ്റ്റ് അങ്ങനെ പ്രത്യേകതയുള്ള വാഴകൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൊലച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊല കിട്ടാതെ പോകുന്നതിനേക്കാളും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി വലുതായിട്ട് ഇത് ഒടിഞ്ഞു വീണ് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതിൽ കൊച്ചു വാഴ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പോളകളിൽ സ്വല്പം ഉലുവ ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ദയവായി ശ്രദ്ധിക്കണം, അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ജസ്റ്റ് ഈ വാഴ എങ്ങനെ വെക്കുകയെന്ന് നോക്കാം. ഞാനിവിടെ ടിഷ്യൂ വാഴയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് 4 നേന്ത്രവാഴയും 4 റോബസ്റ്റ് വാഴയാണ് ടിഷ്യൂവിൻ്റെ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെറുതാണെന്നുണ്ടെങ്കിലും നമ്മളിതിന് നല്ല ആഴമുള്ള കുഴി വേണം എടുക്കാനായിട്ട്. നല്ല ആഴത്തിൽ കുഴി എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഒന്നെങ്കിൽ ചാണകപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ആട്ടുംകാട്ടം ഇതിട്ടതിന് ശേഷം നമ്മൾ ചാരം ഇടണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് നിറയെ ചപ്പ് ചവറുകൾ നിറച്ച് അതിൻ്റെ മേലെ മണ്ണ് വെട്ടിയിടണം. എന്നിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ടിഷ്യൂ വാഴയുണ്ടല്ലോ, അത് കവറോട് കൂടിയിട്ടുള്ളതായിരിക്കും. അതിൻ്റെ കവറൊക്കെ ഒന്ന് നീക്കി നമ്മൾ അതിൽ വെച്ച് അതിലോട്ട് മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ പോളകളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഉലുവ ഉണ്ടല്ലോ, നമ്മുടെ ഉലുവ ചതച്ചത് ഇട്ട് കൊടുത്ത് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ നമ്മളത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ തടമൊക്കെ എടുത്തിട്ട് ഉണങ്ങിയ ആട്ടുംകാട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ട് വളർന്ന് നല്ല കൊല കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ വാഴ കൃഷി ചെയ്യാവുന്നതാണ്. നമ്മളുണ്ടല്ലോ മത്തൻ പെട്ടെന്ന് വളരാനും കായ്ക്കാനും എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്നേരം ഞാൻ അതിൽ പറഞ്ഞിരുന്നു, മത്തൻ വള്ളി പടർന്നു പോകുമ്പോൾ അതിൻ്റെ കടക്കിൽ നമ്മൾ പച്ച ചാണകം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മത്തൻ വളർന്ന് കായ് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു അവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർക്കായിട്ട് ഇതിലൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മത്തൻ കൃഷി ചെയ്യണവർക്കറിയാം, നമ്മൾ മത്തൻ്റെ കുരുവൊക്കെ ഇട്ട് അത് മുളച്ച് വന്ന് കുറച്ച് വലുതായ ശേഷം അത് തനിയെ അത് മണ്ണിലോട്ട് ചായും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചായണ സമയത്തുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ കടക്കിൽ പച്ച ചാണകം വെച്ചിട്ട് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ചാഞ്ഞ് കിടക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, തുമ്പ് ഭാഗം, അവിടെ നമ്മൾ പച്ച ചാണകം വെച്ച് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ മേലെ കൂടെ അതിങ്ങനെ പടർന്നു പോവും. അപ്പോൾ പിന്നീട് കുറച്ച് പടർന്നു കഴിഞ്ഞാലും അതിൻ്റെ താടി അതേ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. ഈ മത്തൻ വള്ളി പടരുന്നതിനനുസരിച്ച് അവിടെ നമ്മളിങ്ങനെ പച്ച ചാണകം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൂക്കും, അതുപോലെ തന്നെ കായ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാം, ഇത്രയും ചെറിയൊരു മത്തൻ വള്ളിയാണ്, ഇത് പൂവിട്ട് തുടങ്ങി. ഇതിൻ്റെ ഓരോ ഭാഗത്തും ഞാനിങ്ങനെ ചാണകം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ചാണകം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതിൽ വന്ന് മുട്ടുമല്ലോ, അന്നേരം അതിൻ്റെ വേരുകളൊക്കെ ഇതിലേക്ക് ആഴ്ന്നിറങ്ങി ചാണകമൊക്കെ വലിച്ചെടുത്ത് ഇത് നല്ല ശക്തിയായിട്ട് വളർന്ന് പെട്ടെന്ന് തന്നെ പൂക്കുകയും ചെയ്യും, അതുപോലെ തന്നെ കായുണ്ടാവുകയും ചെയ്യും. ഈ ഒരു സൂത്രം അടിപൊളിയാണ്. അപ്പോൾ മത്തൻ കൃഷി ചെയ്യുന്നവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.